ആമേൻ. ഞങ്ങളുടെ കൂടെ ഇന്നലെ വരെ ഭയങ്കര സംഭവമായിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. യോഹന്നാൻ 21 പറയാണ്, പത്രോസ് എന്ത് ചെയ്തു? ആമേൻ, പഴയ പടകൊക്കെ എടുത്ത് ആമേൻ രാത്രിയിൽ ആമേൻ കടലിലേക്ക് ഇറങ്ങി. പക്ഷെ രാത്രി മുഴുവൻ അവർ അധ്വാനിച്ചു, ഒന്നും കിട്ടിയില്ല. കൈ കൊടുത്താൽ ഒന്നും കിട്ടത്തില്ല. പ്രൈസ് ദി ലോർഡ്. കാരണം കിട്ടാത്ത കർത്താവ് കുഴപ്പമൊന്നുമല്ല, അവരുടെ മനസ്സിൽ ഭാരമാണ്. എല്ലാവരും ഉണ്ട്. പടകറിയത്തില്ലാത്തവരുണ്ട്, വല കണ്ടിട്ടില്ലാത്തവരുണ്ട്, പത്രോസുണ്ട്, യോഹന്നാനുണ്ട്, പലരും ഉണ്ട്. ആമേൻ ആമേൻ. ഇവരെല്ലാം കൂടെ മീൻ പിടിക്കാനാന്ന് പറഞ്ഞ് ആഴത്തിലേക്കൊക്കെ എറിയുന്നുണ്ട്, പക്ഷെ ഒന്നും നടക്കുന്നില്ല. പക്ഷേ ആമേൻ ആമേൻ, കടൽ തീരത്ത് ആമേൻ കരയിൽ നിന്നുകൊണ്ട് ഒരു വിളി വന്നു, കുഞ്ഞുങ്ങളെ കുഞ്ഞുങ്ങളെ. ആമേൻ ആമേൻ ആമേൻ. കർത്താവിനെ സ്നേഹിക്കുന്നെന്ന് യോഹന്നാൻ തന്നെ പറയുന്നതാണ്. ആമേൻ. കർത്താവിന് ഏറ്റവും ഇഷ്ടം ആരെയെന്നറിയോ? യോഹന്നാൻ പറയുന്നുണ്ട്, കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്ന ഞാൻ. കർത്താവിനെ ഏറ്റവും അധികം സ്നേഹിച്ച ആരാന്നറിയോ? അടുത്തിരിക്കല്ല, മുഖത്തോട്ട് നോക്ക്. എൻ്റെ പൊന്നെ, എന്നെ നോക്കാൻ പറ. സ്തോത്രം. ആമേൻ. കർത്താവിനെ സ്നേഹിക്കുന്ന എത്ര ഇവിടെ അന്തപ്പെട്ടിരിക്കുക. അന്ത്രയോസാണോ, യോഹന്നാനാണോ, മത്തായി ആണോ, ലൂക്കോസാണോ, പത്രോസാണോ എന്ന് പറഞ്ഞിങ്ങനെ തപ്പിക്കൊണ്ടിരിക്കുക. കൈ കൊടുത്ത് പറ, എന്നെ നോക്കാൻ പറ. ഞാനാ എന്നെ യേശുവിനെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്. കാരണം കുറവുകളോടുകൂടെ നടന്ന എന്നെ അവൻ ചേർത്ത് പിടിച്ച് ഇന്ന് ഈ ഹോളിൽ ചോദിട്ടെ, പലരും വന്ന് നിങ്ങളെക്കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അത് ചെയ്യുന്നത് ശരിയല്ല, ഇത് ശരിയല്ല, നിങ്ങൾ ഇന്ന രീതിയിലാണ് അവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടെ സഭയെ വരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ്, പക്ഷെ വെളിയിലിറങ്ങുമ്പോൾ ഇന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ് പലരും ആമേൻ എന്നെ ഉപദേശിക്കാൻ വന്നിട്ടുണ്ട്. പക്ഷെ എന്നെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തിയോട് ഞാൻ വിളിച്ചിട്ട് ഉപദേശിക്കാൻ ഞാനും വന്നിട്ടില്ല. ചിലരോടൊക്കെ വന്ന് രഹസ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ആമേൻ, രഹസ്യത്തിൽ അറിയുന്ന ഒരു കർത്താവുണ്ട്, നിന്റെ ഹൃദയത്തെ അറിയുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ സ്നേഹിക്കുന്ന ഒരു കർത്താവുണ്ട്, നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഒരു കർത്താവുണ്ട്.